ഹായ് ഗൈസ്, എല്ലാവരും സ്കൂൾ ഉറപ്പിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. ഞാനും തിരക്കിലൊക്കെയാണ്, ഓട്ടമാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനോടിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് ഒരു കാര്യം ഷെയർ ചെയ്യാമെന്ന് കരുതി. നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആണെങ്കിൽ ആയിക്കോട്ടെ അല്ലേ. പസുകൊണ്ട് ഇപ്രാവശ്യം സീനിയർ ആയെന്നൊക്കെ പറഞ്ഞ് ചാടിത്തുള്ളി ഞങ്ങൾ സ്കൂളിൽ പോയി ബുക്കൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വന്നിരിക്കുന്ന ഒരു കോലമാണ് കേട്ടോ. അവന് ഇപ്രാവശ്യം LKG-യിലേക്കാണ്. ഇപ്രാവശ്യം എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ഞാൻ ഇപ്രാവശ്യം കുറച്ച് കാര്യങ്ങൾ കുട്ടി സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പസുകൊണ്ടിൻ്റെ കഴിഞ്ഞ പ്രാവശ്യമാണ് ഞാൻ പ്രീ-KG-യിലാണ്. പ്രീ-KG അവൻ LKG ആയിട്ടുണ്ട്. പ്രീ-KG-യിലേക്ക് ആയപ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ തന്നെ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ സ്കൂളിൻ്റെ ഒക്കെ കാര്യങ്ങൾ, സ്കൂളിൻ്റെ ടൈം, എത്ര മണിക്ക് വരും, ബസ് വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബസ്സില്ലാത്ത കുട്ടികൾക്ക് എനിക്കറിയില്ല. അവൻ ബസ്സിനാണ് ഞാൻ വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്പർ 1, ഒരു ടൈം ടേബിൾ അവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കുഞ്ഞു മനസ്സല്ലേ, പിടിയിന്ന് ക്ലാസ് തുറക്കുമ്പോൾ നമ്മൾ അവരെ ആ സമയത്ത് എണീക്ക്, ഈ സമയത്ത് എണീക്ക്, പിടിയെന്നൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്കതൊരു സ്ട്രെസ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ചെയ്തതും ഈ വർഷം ചെയ്യാൻ പോകുന്നതും ഒരു 2 വീക്സ് മുമ്പ് തന്നെ ഞാൻ അവനെ ഒന്ന് ആ ഒരു ടൈമിന് ഒരു നേരത്തെ എണീപ്പിക്കാനും അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവൻ്റെ കൂടെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും അവനത് പ്രശ്നം ഉണ്ടാവില്ല, നമ്മൾ ഇരിക്കുവാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അവനത് പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം സ്കൂൾ തുറന്നപ്പോൾ അവൻ ആ ഒരു റൊട്ടീൻ അവൻ ശീലം ആയതുകൊണ്ട് തന്നെ അവൻ ആ സമയത്ത് എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, കറക്റ്റ് ആ 8 മണിക്ക് മുമ്പ് തന്നെ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുമായിരുന്നു. അതെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. അതൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അവർക്ക് പിടിയുന്നുണ്ടാവുന്ന ആ ഒരു സ്ട്രെസ്സ് അവർക്കുണ്ടാവില്ല. പിടിയുന്നൊരു കാര്യം അവരിലേക്ക് അടിച്ചേൽപ്പിക്കണ പോലെ ആകുമ്പോഴത്തേക്കും അവർക്ക് ചെറിയ ബുദ്ധിമുട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അത് അപ്പം അവിടെ ഉണ്ടാവില്ല. പിന്നെ സ്കൂളിനെ പറ്റി ഒരുപാട് ഹൈപ്പ് കൊടുക്കാണ്ടിരിക്കുക. ലൈക്ക് അവനവിടെ സെറ്റ് ആവുമോ, അയ്യോ പുതിയ ആൾക്കാരൊക്കെ ആയിട്ട് സെറ്റ് ആവും, അയ്യോ ആ ടീച്ചർ വഴക്ക് പറയുമോ, അയ്യോ ഈ ആൻറ്റി വഴക്ക് പറയുമോ, അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരുടെ മനസ്സിൽ പിന്നെ ടെൻഷൻ വരും, അവർക്ക് സ്ട്രെസ്സാവും, അവർ ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആവും. ദൈവം അതെന്തോ ഒരു സംഭവമാണല്ലോ എന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങളെങ്ങനെ വിചാരിക്കും. അതിനൊന്നും ആക്കേണ്ട ആവശ്യമില്ല. പോയി ചില്ലായിട്ട് ജാമായിട്ട് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഒരു സുവർണ്ണ കാലഘട്ടമാണ് ആ തുറക്കുന്നത്. ഞാൻ ബസ്സിനോട് പറഞ്ഞെങ്ങനെ ഇടാ മുട്ടക്കാട്ട ഫ്രണ്ട്സിനെ കിട്ടും, ജാമാകും, പൊളിക്കാം, അടിപൊളിയാകും, സെറ്റാണ്. അപ്പോഴും അവൻ അങ്ങനെ തന്നെ പറഞ്ഞു സെറ്റാകുമ്പോൾ ഓക്കെ, സംഭവം സെറ്റാണ് അവിടെ. എന്നിട്ട് അവൻ ആദ്യത്തെ ദിവസം പോയി കരഞ്ഞു. പിന്നെ എനിക്ക് പറ്റിയൊരു തെറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അവനെ ഒറ്റയ്ക്ക് ഫീഡ് ചെയ്യാൻ പഠിപ്പിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ ഭയങ്കരമായിട്ട് വാരി കൊടുക്കും. അതെൻ്റെ തെറ്റാണ് കേട്ടോ. നമ്മൾ കുട്ടികളെ നേരത്തെ മുതൽ ശീലിപ്പിക്കണം ഒരു ഫുഡ് തനിയെ കഴിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ ടീച്ചറിനും അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ ഒരു മാസം കുഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് മടി കാണിച്ചു. ഫുഡ് കഴിച്ചില്ലെങ്കിൽ കുട്ടികൾ കഴിക്കാത്തപ്പോൾ ടീച്ചേഴ്സിനും സങ്കടമാണ്, നമുക്കും സങ്കടമാണ്. കാരണം അതുങ്ങൾ ഭയങ്കരമായിട്ട് കരയും. അവർ അങ്ങനെ കരയിപ്പിക്കില്ലേ. നല്ലൊരു ടീച്ചറായിരുന്നു കേട്ടോ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമാണ്. അപ്പോൾ അതും കൂടി അവരൊന്ന് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം സെറ്റാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് സ്കൂളിൽ പോകുന്ന, LKG-യിൽ പോകുന്ന, പ്രീ-KG പോകുന്ന എല്ലാ ചുഞ്ചരന്മാർക്കും, ചുങ്കുടുമണികൾക്കും, ചക്കുടുമണികൾക്കും, ചുഞ്ചിരിമണികൾക്കും എല്ലാവർക്കും ആശംസകൾ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങളുടെ അടിപൊളി കാലമാണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദ ബ്യൂട്ടിഫുൾ യങ് ബട്ടർഫ്ലൈസ്. ഓക്കെ, ബൈ.